ഫസലിന്റെ ആ കേസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ 4 പേര് തന്നെയാ? അത് ഞാൻ അവരുടെ എഴുതി തരാം. അത്ര പോലും. ആരൊക്കെയത്? ഈ പ്രമീഷിന് വീട്ടിൽ വരുന്ന ഓൻ എന്തായാലും താമസിക്കുന്നത് ഇല്ലത്തായി അടിയില്ല. പ്രമീഷ് എന്താ പണിയാണ്? ഓനെല്ലാം പണിയൊന്നുമില്ല. ബ്ലേഡ് കൊടുത്തിട്ട് പലിശന്റെ ഇടപാട് ഒന്നുമില്ല. ഇവരൊരു വേറെ ബറീസിന്റെ മനുഷ്യനാണ്. ഇവര് പിന്നെ പൊതുവെ ഏടക്കിരിക്കാൻ ഭക്ഷണം കഴിക്കാൻ അല്ല, അതിന്റെ തുടക്കം അതിന്റെ കഥ എന്താണെന്ന് പറയും. പിന്നെ ആദ്യ ഐഡിയ ഒന്ന് പറയുന്നത്, ഞാൻ വീട്ടിലാണ് കയ്യിൽ സാധാരണ കളിക്കാനാണ് കടയിലും 2006 സംഭവം നടന്നത്. എനിക്ക് കൊല്ലം കറക്റ്റ് ഓർമ്മയില്ല. ഈ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ കളി കഴിഞ്ഞ് വീട്ടിന്റെ ബാക്കിൽ ഗ്രൗണ്ട് ഉണ്ട്. കളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ സാധാരണ ഇറങ്ങുന്നവർ അമ്പലത്തിലെ അഭാഗത്തേക്ക് ഇറങ്ങും. ചെമ്പ്ര ഞാൻ ചെമ്പ്ര ക്ഷേത്രത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. കുറെ വർഷമായി. ചെറുതിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ഞാനാണ് 21 അംഗത്തിൽ. ആ സമയം മുതൽ വളരെ ചെറിയ സമയം മുതൽ ഞാൻ പൊതുവിൽ ആ നാട്ടിൽ ആക്റ്റീവാണ്. എല്ലാ കാര്യത്തിലും മരിച്ചോടാച്ചേരി നല്ല കളിയാക്കി നമ്മളെ ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഈ പ്രമീഷ് ഷിനോജ് ഇവരാണ് അല്ലെങ്കിൽ വരുന്നത്. വീട്ടിലല്ല, ഈ അമ്പലത്തിനടുത്ത് വന്നു. അപ്പൊ ഷിനോജിന് എനിക്ക് പരിചയമുണ്ട്. കാരണം ഞാൻ ജ്യോതി പഠിക്കുന്ന സമയത്ത് ഷിനോജ് പഠിക്കുന്നുണ്ട്. കണ്ടുപരിചയമല്ലാതെ അതിൽ കൂടുതൽ അങ്ങനെ വേറെ ബന്ധങ്ങളൊന്നുമില്ല. അപ്പൊ ഈ പ്രമീഷും ഷിനോജും തമ്മിൽ നല്ല ബന്ധമാണ്. അവര് തമ്മിൽ എപ്പോഴും ഒരുമിച്ചിട്ടാണ്. അവരാണ് പ്രബീഷ് എടുക്കുന്നത്. പ്രബീഷാണ് എന്നെ എടുക്കുന്നത്. അപ്പൊ അവർ നമ്മൾ ആദ്യം സംസാരിച്ചിട്ടാണ് എന്റെ അടുക്ക വരുന്നത്. പ്രബീഷ് ഷിനോജ് 3 പേരും സംസാരിച്ച് ധാരണയായിട്ട് ഇവര് 3 ആള്. പ്രബീഷാണ് എന്റെ അടുക്ക് കൂട്ടിയിരുന്നത്. അല്ല, പ്രബീഷിനാണല്ലോ ഞാനുള്ള സ്ഥലം എവിടെയാണ്? പ്രബീഷ് ചെമ്പറ തന്നെയാണ്. പ്രമീഷും ഷിനോജും പിന്നെ ഷിനോജ് മാടപ്പടിയാണ്. പ്രമീഷ് എന്നാൽ താമസിക്കുന്ന സ്ഥലം ഇല്ലാത്ത തായാണോ മാടപ്പടിയെന്ന് എനിക്കറിയില്ല. കാരണം അവന് അത്ര വലിയ ബന്ധമൊന്നുമില്ല. എവിടെ താമസിക്കുന്നത് എന്താന്നുള്ളത് നമ്മൾ അത്ര നീപ്പായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നോട് സമയം വൈകുന്നേരം ഒരു 7 മണി അങ്ങനെ 8 മണി ആയിട്ടുണ്ട്. അതാ കളി കഴിഞ്ഞ് 6:00 കളി ചെയ്യും. വീട്ടിൽ പോയി കുടിയെല്ലാം കഴിഞ്ഞ് സാധാരണ ചായസം കുറിച്ച് സാധാരണ ശാഖാ സമയത്ത് 7 മണിക്ക് ശാഖയാണ്. ആ സമയത്ത് അങ്ങ് ഇറങ്ങുന്നത്. അതായത് ശാഖയിൽ പോയിട്ടാണോ ശാഖ കഴിഞ്ഞിട്ടാണോ ശാഖ? എത്ര വയസ്സുണ്ടാവും? 19, 20? അങ്ങനെ ഇപ്പൊ 30 അന്നേരം 20 വയസ്സുണ്ട്. വന്നിട്ട് എന്നോട് പ്രതീക്ഷ എന്നോട് പറഞ്ഞ പിന്നെ നമുക്ക് ഒരാൾ അടിക്കണമെന്നില്ല. ഞാൻ ചോദിച്ചു എന്താ സംഭവം? ഇവനായിട്ട് എന്താ പ്രശ്നമുണ്ട്? ആരെയാന്ന് ചോദിച്ചോ? അല്ല, ആദ്യം ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഇനി വന്നാൽ മതി, വണ്ടി എടുത്താൽ മതി, എന്റെ ബ്രദർ എന്നാണ്. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് മടിച്ചു. ഞാൻ പറഞ്ഞു ഞാനില്ലടാ, പിന്നെ ഞാനില്ലെന്ന്. അപ്പൊ ഈ പ്രബീഷ് എന്ന് പറഞ്ഞ പക്ഷേ എന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ചോദിച്ചു. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു എന്താ പ്രശ്നം? അപ്പൊ എന്നോട് വന്നു വെച്ചാല് പിന്നെ മടപ്പിടിയാ അങ്ങനെ NDF അവർ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. പിന്നെ അതൊരു പിന്നെ ഹസൻ എന്ന് പറഞ്ഞ ഒരുത്തണ്ടാണ്. ഓയെ CPM വരുന്നു. CPM NDF മാറി. പിള്ളേരെ കൊണ്ട് ഭയങ്കര ശല്യം. CPM NDF മാറുന്നത് RSS ആണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ വേറെ ഉള്ളുകളികളൊന്നും ഞാൻ അറിയില്ല. അല്ല, ഇവനുമായിട്ട് തർക്കം ഉണ്ടായിരുന്നു. ഇതുവരെ പറഞ്ഞില്ല. അതിന് ശേഷം ഈ തർക്കം ഇവനോട് കൂടുതൽ ചോദിച്ചിട്ടില്ല. കാരണം ഈ പ്രബീഷ് അവനോട് ഇവൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. ഞാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മൾ തമ്മിലുള്ള അത്രയും വലിയ ഡീപ്പാണ്. അപ്പോ ആ രീതിയിൽ അവൻ വിളിച്ച് അവൻ അവരോട് പോയി. അപ്പോ കാലം കഴിഞ്ഞ് രാത്രി പിന്നെ 2 വണ്ടി എടുത്തിട്ടാണോ വന്നതെന്ന് സംശയമുണ്ട്. പ്രമീഷിന് എടുക്കാം ഒരു വണ്ടി. നമ്മൾ ആ വണ്ടിയിലാണ് അവിടെ ഇങ്ങോട്ട് വന്നത്. ഇത് ഈ RX 100 വണ്ടി, യമഹ. അമ്മയുടെ പഴയ അത് ഷിനോജ് ആ വണ്ടിയാ. അപ്പൊ അവരടുക്കുന്ന ആ വണ്ടിയിൽ അങ്ങോട്ട് തിരിച്ചു പോയി. ആ വണ്ടി അവിടെ വെക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ എങ്ങനെയാണ് വണ്ടിയിലാണ് വന്നത്. ആ വണ്ടി അവിടെ തന്നിട്ടാ പോയത്. അപ്പൊ നമ്മൾക്ക് വണ്ടിയില്ല. പ്രതീക്ഷ പറഞ്ഞ വണ്ടിയില്ല. എന്നാ ശരി, ഇത് ഇവിടെ വെച്ചോ. നമ്മളെ നാട്ടിൽ വരിക അങ്ങനെ ആണെന്ന് ബൈക്ക് എടുത്തു. എത്ര മണിയായിരുന്നു പോകുന്നത് രാത്രി? അവരെ ഒരു 8 മണിക്കുള്ളിൽ വന്ന് അപ്പൊ തന്നെ പോയി. അല്ല, 8 മണിക്ക്
നമ്മളെ ഏതാണ്ട് പോയത് എനിക്ക് തോന്നുന്നൊരു 12 മണിക്കോ 1 മണിക്കോ അങ്ങനെയാണ്. 12 മണി 1 മണി രാത്രി ഒറ്റയ്ക്കാണോ പോയത്? ഞാനും പ്രതീക്ഷ. എങ്ങനെ പോയി? ബൈക്ക് പോയി. ഏത് ബൈക്കിൽ? EMI. നമ്മളാ വണ്ടി എടുത്തിട്ട് പോകണം. ആ വണ്ടി എടുത്തിട്ട് പോയി മാടപ്പള്ളി നിന്ന് റൈറ്റിലേക്ക് വന്ന റോഡ് കള്ള് ഷാപ്പിനോട് പോകും. അങ്ങോട്ടാ ഷിനോജിന്റെ വീട്. അപ്പൊ അങ്ങോട്ടേക്ക് പോയി കുറച്ച് അങ്ങോട്ടേക്ക് വന്നാൽ ഷിനോജും പ്രമീഷും അവിടെ നിൽക്കുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് പോയി കള്ള് ഷാപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അടയുന്നു. കുറച്ച് വളരെ അടുത്ത് സ്ഥലത്ത്. അപ്പൊ ഇവർ രണ്ടാളും അടയുന്നു റോഡ് തന്നെ. നമ്മള് വന്ന് നിർത്തുമ്പോൾ തന്നെ ഇവർ രണ്ടാളും ഇല്ലില്ല. അപ്പൊ അവിടെ വെച്ച് വേണ്ടി അവിടെ തന്നെ നിന്ന് അവിടെ ഒരു പിന്നെ ചെറിയൊരു ഗണങ്ങളുണ്ടാണ്. അവരപ്പം സ്ഥിരം അവിടെ ഇരിക്കുന്നതാണ്. ഇവന്റെ വീടായി ഈ ഫസലിന്റെ വീട് അതിന്റെ അടുത്ത്. അത് ഈ ഷിനോജിനറിയാം. കാരണം രാത്രി ഈ സമയത്ത് അതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഈ ഫസൽ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണെന്നാണ് സംശയം. രാത്രി സഞ്ചരിക്കുന്ന അല്ലാണ്ട് ഇപ്പൊ ഷിനോജിന് അത്രയും കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് പോകുന്നുണ്ടെന്ന് പറയാനും വരുന്നുണ്ടെന്ന് മനസ്സിലാവില്ല. ഈ സമയത്ത് അതുവഴിക്ക് വരുമെന്ന് ഷിനോജിന് അറിയാം. 100% ഉറപ്പാണ്. അല്ലാതെ പിന്നെ ഓനത് എത്ര മണിയായിട്ടുണ്ടാവും നമ്മൾ ആദ്യത്തുമ്പോൾ 1 മണിയോ 2 മണിയോ ഏതാണ്. അപ്പൊ ആ സമയം കഴിഞ്ഞ് പിന്നെ വർത്താനങ്ങൾ സംസാരങ്ങളായി ഓരോ കഥകളെല്ലാം ഇങ്ങനെ അങ്ങോട്ടും തമാശകളും അതെല്ലാം പറഞ്ഞു. അപ്പൊ പിന്നെ ഇവൻ ഇത് തന്നെയാ പറയുന്നത് ഷിനോജി. ഓനിങ്ങനെ ഓനെ അടിച്ച് അവനെ കാലൊടിക്കണം. അങ്ങനെ ഈ അടിക്കണം എന്നുള്ള പ്രക്രിയ പറഞ്ഞു കൊടുക്കുന്നത്. അടിക്കണം പിടിക്കണം എന്നുള്ള പ്രക്രിയ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ പിന്നെ സാധനം അടക്കം ഉണ്ടാച്ചിട്ട് ഒരു ഇരുമ്പിന്റെ ദണ്ടും പിന്നെ ഒരു നീളമുള്ളൊരു വാളും ഒരു ചെറിയൊരു കൂടാണ്. അപ്പോൾ ഈ സാധനം ഓൾറെഡി അവിടെ ഉണ്ട്. അത് ഇവരാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇവർ അതേ സെറ്റാക്കി വെച്ച സംഭവം. കുറച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞു കൊടുക്കുക. അവരിങ്ങനെ ഗടങ്ങുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ എന്നിട്ട് വണ്ടി വന്നിട്ട് വർത്താനം പറയാം. അപ്പോൾ ഈ വണ്ടി വെച്ചതിൻ്റെ നമ്മൾ വന്ന ഭാഗത്ത് കുറച്ച് അങ്ങോട്ടൊക്കെ ഇവന്റെ വീട് നമുക്ക് തോന്നുന്നു. അങ്ങനെ ഇവൻ അങ്ങ് ഇറങ്ങിയിട്ട് പോയത് ദൂരെ നിന്നാണ് ഈ ഷിനോജി കാണുന്ന സൈക്കിൾ പോകുന്നത്. സൈക്കിള് പെട്ടെന്ന് ഒരു ട്യൂബിന്റെ വിളിച്ചിട്ട് സൈക്കിൾ അല്ലല്ല നമ്മൾ ഇവന്റെ ഏതാണ് അനുഭവം. ഇവന്റെ വീട് കഴിഞ്ഞിട്ട് അങ്ങോട്ടല്ല നിൽക്കുന്നത്. ഇവൻ എവിടുന്നാ വരുന്നത് എന്താ വരുന്നുള്ള ഇവനെ അറിയുള്ളൂ. ഷിനോജി കൂടുതലായിട്ട് ഞാനൊന്നും ചോദിച്ചില്ല. കൂടുതലായിട്ട് സൈക്കിളില് ഫസൽ വന്നു അല്ലെ? ഫസൽ പോകുന്നത് കാണുന്നത്. ഫസൽ പോകുന്നത് കണ്ടു. ആരെ ഇവർ തന്നെയാ കാണുന്നത്. നമ്മളിങ്ങനെ ഇരുന്നിട്ടല്ലേ ഓപ്പോസിറ്റ്. ഇവരിങ്ങനെയാണത്. അപ്പൊ ഇവൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോകുന്ന കണ്ടിട്ടാണ് അതാ പോകുന്നത്. ഒന്നിന്റെ പോകുന്നത്. ഇപ്പൊ പറഞ്ഞ വണ്ടി എടുക്കുന്ന എമഹി ആയതുകൊണ്ട് പെട്ടെന്ന് സ്റ്റാർട്ടാവില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടായി വണ്ടിക്ക്. രണ്ടും പക്ഷെ അടിച്ചടിച്ചടിച്ച് അങ്ങനെ സ്റ്റാർട്ടായി വണ്ടി ഞാൻ സ്റ്റാർട്ടാക്കി ബാക്കിൽ കയറി. ഏറ്റവും ബാക്കില് പ്രബീഷ. പിന്നെ 4 പേരും കൂടെ ഒരു ബൈക്ക് കയറുമോ? അതാ ഞാൻ പറയുന്ന ഒരിക്കലും വിശ്വസിക്കുന്നതാണ്. 4 പേര് ഒരു ബൈക്ക് കയറി. അത് എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ അന്നത്തെ അതാ ഞാൻ പറയുന്നത്. അന്ന് ആ സംഭവത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് കേസിലായിട്ട് ആയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു സംഭവം ഞാൻ എത്ര പോലും പറയാം. എന്താ വെച്ചാൽ ഒരു അത്ഭുതമായിരിക്കട്ടെ. എത്ര വെച്ചാൽ പിന്നെ ബൈക്കിൽ 4 ആള് ശരിക്കും ടാങ്കും പറയാൻ ഞാനുള്ളത്. അത്രയും മുന്നോട്ട് നീ എത്ര മുമ്പോട്ട് ടാങ്കിനോട് കയറിയിട്ടു. അത്രയും മുന്നോട്ട് ഇവർ കയറിയ സ്ഥലമില്ലല്ലോ. പിന്നെ എനിക്ക് ബാലൻസ് കിട്ടുന്നില്ല വണ്ടി. കാരണം ശരിക്കും ഈ എമഹേന വണ്ടി എന്ന് വെച്ചാൽ 2-3 നാളിലെ തന്നെ ശരിക്കും മൺകാട് ഇങ്ങനെ ശരിക്കും നിങ്ങൾ അവിടെ വരുമെന്നും അവിടെ നിന്ന് പരിപാടി ചെയ്യാനുള്ള രൂപത്തിലാണോ അവിടെ നിന്നത്? ഇരുന്ന സ്ഥലത്ത് അങ്ങനെയാണോ? ശരിക്കും പ്രോഗ്രാം ഇവന്റെ അതായിരുന്നു. ഇവൻ അവിടുന്ന് പോകുമ്പോ അവിടുന്ന് ആക്രമിക്കേണ്ട പരിപാടിയായിരുന്നു. പക്ഷെ ഇവൻ വിചാരിച്ച സമയത്ത് ഈ വർത്താനത്തിന് ഗ്യാപ്പിൽ ഇവൻ പോകുന്നത് ഇവൻ കണ്ടില്ല. പിന്നെ പെട്ടെന്ന് നോക്കുമ്പോ ഈ ട്യൂബ് ലൈറ്റില്ല സീറ്റ് ലൈറ്റ്. അപ്പൊ ദൂരെ എന്ന് വെച്ചാൽ ഈ റോഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ അറ്റത്ത് അങ്ങ് പെട്ടെന്ന് വരെ കാണുന്ന റോഡാണ്. നീളത്തിലുള്ള റോഡാണ്. അവിടുന്ന് പിന്നെ അതൊരു വളവ് വരുന്നത്. ഇവൻ ഈ നമ്മൾ ഇതിന് കുറേ ദൂരത്തിൽ ഒരു 10-25 മീറ്ററിന് 30 മീറ്റർ അപ്പുറത്ത് ഇവരെ പെട്ടെന്ന് ഇവരെ കാണുന്നത്. ട്യൂബിന്റെ വെളിച്ചത്തിൽ ഒരാൾ സൈക്കിൾ എടുത്തിട്ട് അടിച്ചു പോകുന്നു. അപ്പൊ ഇവൻ പറഞ്ഞത് അവൻ തന്നെയാണ് പോകുന്നത്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി കൊണ്ട് മുന്നോട്ട് പോയി. പിന്നെ വണ്ടി മുന്നോട്ടെത്തുമ്പോൾ പിന്നെ ഇവനെ കാണുന്നില്ല. ഭയങ്കര സ്പീഡിലാണ് പോയി. ഒരു മാടപ്പുഴ മേലോട് എത്തിയിട്ട് നോക്കും, കാണുന്നില്ല. അപ്പം കുറച്ചുകൂടി മുന്നോട്ട് നങ്ങാടത്ത് കൂടി എത്തി. ഞാൻ പറഞ്ഞു മതി തിരിക്കാൻ പോവാം, മതി ഇനിപ്പോണ്ടാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇനിപ്പോണ്ടാ തിരിക്കാന്ന്, വണ്ടി തിരിക്കാന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു കുറച്ചുകൂടി പോട്ടെ. അങ്ങനെ വണ്ടി കുറച്ചുകൂടി പോയി
ടെമ്പിൾ ഗേറ്റിന്റെ ബമ്പ് കയറി ടെമ്പിൾ ഗേറ്റിന്റെ ബമ്പ് കയറി ഇറങ്ങി റെയിൽവേ ഗേറ്റ് ഇറങ്ങിയപ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ ഇവൻ പോകുന്ന കാണുന്നത് വണ്ടിയുടെ വെളിച്ചത്തിൽ ലോങ് ലൈറ്റിൽ വീണ്ടും സൈക്കിളുണ്ട് വെളിച്ചത്തിൽ അവിടെ ബാക്കിൽ നിന്ന് വിടി എന്ന് പറയും വണ്ടി വിട്ടു പിന്നെ ടെമ്പിൾ ഗേറ്റിന്റെ അടുത്ത സ്റ്റോപ്പ് ഇതാ സ്ഥലത്തിന് ഓരോ സ്ഥലം ഇല്ല ഒന്നും നിർത്തുന്നു ടെമ്പിൾ ഗേറ്റ് കഴിഞ്ഞിട്ട് അടുത്ത അമ്പലത്തിന്റെ ജംഗ്ഷൻ നാലുകൂടി ജംഗ്ഷൻ അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഷോപ്പ് ഉണ്ട് ഹോട്ടലൊക്കെ ജഗന്നാഥ് ട്രസ്റ്റിലാണ് ആടാ അത് അങ്ങോട്ടേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഒരു കുറച്ച് മുന്നോട്ടേ പോയിട്ടു വണ്ടി കടന്നു വെച്ചത് മുട്ടുമുട്ട് തന്നെ കാരണം വണ്ടി ഓൾറെഡി അത്രയും വലിയ വണ്ടി പോകാൻ പറ്റും. ഈ 4 ആളുള്ളത് കൊണ്ട് വണ്ടി അമിതമായ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. ഈ വളരെ വലിയ വണ്ടി ശരിക്കും ഈ മൺകാടിങ്ങനെ ടയറിന് പറയുന്നുണ്ട് ഈ വണ്ടി അവിടെ എത്തി അതിന്റെ മുമ്പിൽ എത്തുമ്പോൾ തന്നെ വണ്ടി ബാക്കിൽ അത്ര നിലം പറ്റിയ വണ്ടിയാ അങ്ങനെ നിലം പറ്റിയ വണ്ടിയാ ബാക്കിൽ നിന്ന് തുള്ളി സൈക്കിളിന്റെ മുമ്പിൽ കയറിയോ? സൈക്കിളിന്റെ മുമ്പിൽ പുറകിലുള്ള തുള്ളി പ്രബീഷാണ് തുള്ളി പിന്നെ ഉടൻ തന്നെ പിന്നെ പ്രബീഷൻ തുള്ളി മറ്റൊന്ന് ഞാൻ നിർത്തുമ്പോൾ ഓനും കീഞ്ഞു ഞാനും വണ്ടിയും വീണു. നീ വണ്ടി പോകും സൈഡിൽ തന്നെ പോകും അടുത്ത ഭാഗത്തേക്ക് വണ്ടി ചെരിഞ്ഞു പോകും. അപ്പൊ ഞാൻ കുറച്ച് മുന്നോട്ടെത്തി. അങ്ങനെ ഇവനെ ഫസ്റ്റ് ഇവൻ തുള്ളിയപ്പോ തന്നെ ഞാൻ കുറച്ച് മുന്നോട്ടെത്തി ഞാൻ വണ്ടിയും കൊണ്ട് വീണു. പിന്നെ പിന്നെ ഞാൻ വണ്ടി നിർക്കേണ്ട ശ്രമം ഷാട്ടാക്കേണ്ട സമയം അപ്പൊ ഇപ്പുറത്തുനിന്ന് ഭയങ്കര പിടി അതായത് കുറച്ച് ദൂരമുണ്ട്. ഞാനിപ്പോ വണ്ടി ഇവിടെ ആണെങ്കിൽ ഗ്രില്ലിൽ എത്ര ദൂരമുണ്ട്? 10-15 മീറ്റർ അത്ര എനിക്ക് കാണാം. കുറച്ച് മുമ്പോട്ട് നീങ്ങി ആദ്യം ചാടിയവര് ഓനെ പിടിച്ചിട്ടോ സൈക്കിൾ വീണിട്ട് പിന്നെ ഇവര് തമ്മിൽ പിടിയും വലിയ നടക്കും. സൈക്കിൾ വീണു ഇവര് തമ്മിൽ ഭയങ്കര പിടിയും വലിയ നടക്കുന്നത്. ഒരു വാള് പ്രഭീഷണായിരുന്നു പിന്നെ ഒരു വാള് പ്രമീഷനായില്ല 2 ഷിനോജിനായില്ല 3 സാധനമുണ്ട്. വാള് 2 ആളെ കയ്യിൽ ഒരു പ്രഭീഷണയിൽ എന്തായാലും വാളുണ്ട്. പ്രമീഷിന്റെ കയ്യിലാണോ ഷിനോജിന്റെ കയ്യിലും വാളുന്നുണ്ടാകുന്നത് എനിക്ക് എത്ര ഇത് കിട്ടുന്നില്ല. സാധാരണ എന്തായാലും ഉണ്ട് ഉറപ്പാണ്. സാറേ ഞാൻ വണ്ടി തിരിച്ചു എങ്ങനെയല്ലോ വണ്ടി ചാട്ട അപ്പൊ ഈ മറിഞ്ഞ് എണ്ണ ഓവർഫ്ലോ ആയി ചെറിയ വിട്ടു. എന്റെ രണ്ടാമത് ചാട്ടാന്ന് കഴിഞ്ഞാൽ കുറെ അടിച്ചു വണ്ടിന് ചാട്ടായി നല്ല പുകയായി വണ്ടി തിരിക്കുമൊക്കെ പരിപാടി ഒരു സംഭവം കഴിഞ്ഞു. മരിച്ചു എന്നുള്ളത് എനിക്ക് അന്നേരം ഒന്നും പറയാൻ പറ്റില്ല. കാരണം അയാൾ മരിച്ചില്ല എന്നുള്ളത് എന്താ എത്രത്തോളം പരിക്ക് പറ്റി എങ്ങനെയാന്നുള്ളത് ഞാൻ കാണുന്നില്ല. മരിക്കാൻ മാത്രം മരിക്കേണ്ട രീതിയിൽ കാണുന്നില്ല. സംഭവം വീണ്ടും ഹെൽത്ത് വീണ്ട ആളത് സൈക്കിള് കുറച്ച് ആ സൈഡിൽ അതത്ര എനിക്ക് ആ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂലേ? നിങ്ങൾ വണ്ടി വീണതും അവന്റെ സംഭവം സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. അതുപോലെ നിങ്ങൾ കൂടി നിന്ന സ്ഥലവും നിങ്ങൾ ഇത് പ്ലാൻ ചെയ്തിട്ട് കൂടി നിന്ന് അവനെ പിടിക്കാൻ വേണ്ടി അവന് വീട്ടിൽ നിന്ന് വന്ന സ്ഥലം കാണിച്ചു തരാൻ പറ്റൂലേ? ഈ ആരായി ആയുധങ്ങൾ കൊണ്ടുവച്ചതാരാ? ആയുധങ്ങൾ കൊണ്ടുവന്നത് ശിനോജ്. എന്നിട്ട് ഈ സംഭവം കഴിഞ്ഞ് അപ്പം പിന്നെ ഇത് കഴിഞ്ഞു. അപ്പോൾ വണ്ടി ഷാട്ടാക്കി നേരെ നഗാർത്തപ്പൊടിയ പിന്നെ വലത്തോട്ടേക്കുള്ള വഴി അതിലേ കയറുമ്പോൾ വണ്ടി കുറച്ച് അപ്പുറത്തുള്ള കൊള്ളുമുക്കി അതിലേ വണ്ടി കുറെ അങ്ങോട്ട് പോയി. എനിക്ക് നടക്കാൻ വഴി വലിയ പരിചയമില്ല അതിലാണ്. അപ്പോൾ എല്ലാവരും വണ്ടി കയറും. പിന്നെ അമൃത സ്കൂളിന്റെ അമൃത സ്കൂളിൽ ഇരുന്ന് ലെഫ്റ്റ് കയറി കുറച്ച് മുന്നോട്ട് എത്തുമ്പോൾ ആടെയുള്ള റോഡ് വന്ന് വണ്ടി പിന്നെ സ്ലിപ്പായി ഒരു ഈനകളെ കൊണ്ട് കയറി. അപ്പൊ ഈ സംഭവം നടന്ന ശേഷം പിന്നെ ആകെ എല്ലാവർക്കും റീസായി. പിന്നെ അനക്കാണെങ്കിൽ തീരെ ബാലൻസ് കിട്ടണ്ടേ. അപ്പൊ പറയുന്നത് ആകെ ബാലൻസ് കിട്ടുന്നില്ല. വണ്ടി എവിടെയല്ലോ പോകുന്നു. ഇവര് വേക്കെന്ന് പറയാണ്ട് പിടിക്കേണ്ട നേരെ പിടിക്കും. സംഭവം എങ്ങനെയല്ലോ വണ്ടി കഴിച്ചിലായി ആച്ചോളം വരെ എത്തി. ആച്ചോളം നേരെ റൈറ്റ് ഈ തിലകാടിന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ വീട്ടിലേക്ക് അപ്പൊ ഈ പ്രവീഷ് തിലകൻ അന്നേരം അവിടുത്തെ ചുമതലയുണ്ട്. അയാളുമായിട്ട് നല്ല ബന്ധം വെച്ചാല് പ്രഭീഷ് ഞാൻ പറഞ്ഞില്ല അന്നേ ഞാനുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ പ്രഭീഷായിട്ട് നല്ല ബന്ധം. അയാളുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞാൽ അന്ന് രാത്രി ഈ സംഭവം ആരോടെങ്കിലും പറയണം. അപ്പൊ ഈ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ സഹായിക്കുന്ന ഒരാള് തിലകാട്ടണമെന്നുള്ളത് പ്രഭീഷിന് പറയാം. അപ്പൊ ഈ പ്രഭീഷിന്റെ നിർദ്ദേശപ്രകാരം വണ്ടി അങ്ങോട്ട് എടുത്തു അയാൾ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോ കാര്യം പറഞ്ഞു. പ്രഭീഷ് അയാളെ വിളിച്ചു വീട്ടിൽ പോയിട്ട്. പ്രഭീഷ് കണ്ടപ്പോ തന്നെ അയാൾ ഇറങ്ങി വന്നു.
ഒരു അബദ്ധം പറ്റിപ്പോയി, സംഭവം പറ്റിപ്പോയി. പിന്നെ അയാൾ വെച്ച് നല്ലോണം ഉണ്ടോന്ന് പറയാൻ പറ്റൂല അങ്ങനെയുള്ളതെന്നുള്ളത്. അപ്പോൾ അയാള് അപ്പൊ ഈ സാധനമെല്ലാം അന്നേരം തന്നെ അവിടെ അയാൾ വാങ്ങിച്ചു ഈ വെപ്പൺസ് ചോര വരണ്ട സാധനം വാങ്ങിച്ചു. ഇതെല്ലാം ഞാൻ ഇത് നിങ്ങൾ എടുത്തിട്ട് ഇനി കൊണ്ട കിടത്തന്നേക്ക് വാങ്ങിച്ചു വാങ്ങി വെച്ച്. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, ഒന്നാമത് എനിക്ക് അന്നേരം അവിടെ ചുമതലയുണ്ട്. ഞാൻ ശാഖയുടെ ചുമതലയുണ്ട്. ഇവിടുത്തെ ശിക്ഷകാകയായിരുന്നു. നമുക്ക് പിന്നെ എനിക്ക് തോന്നി ഇത് നമ്മൾ വിചാരിച്ചെടുക്കുന്ന നിൽക്കൂല, സംഗതി വിഷയമാവും, സംഘത്തിന്റെ ആൾക്കാരോട് ബന്ധപ്പെട്ടില്ലേ നാളെ അതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ ഉടൻ രാവിലെ തന്നെ നേരെ വിട്ടു കാര്യത്തിലേക്ക്, അടിച്ചു വിട്ടു. ഇവരോട് ആരോടും പറഞ്ഞത് തലശ്ശേരി കാര്യം. അപ്പോൾ ആ സമയത്ത് പ്രചാരക്ക് അജിയാട്ടായിരുന്നു. എവിടെയുള്ള? തൃശ്ശൂർ. എവിടെ എത്ര ഉണ്ടായിരുന്നു? ഒരു കൊല്ലം പാനൂര്, പിന്നെ ഒരു കൊല്ലം തലശ്ശേരി, 2 കൊല്ലം, മൊത്തം 3-4 വർഷം കൊണ്ടിരുന്നു. ആ സമയത്ത് തലശ്ശേരി താലൂക്കിന്റെ കാര്യമാകുക, തലശ്ശേരി താലൂക്ക് പ്രചാരക്കാണെന്ന് സംശയം. തൃശ്ശൂർ എവിടെയാ? തൃശ്ശൂർ എവിടെ സ്ഥലം കറക്റ്റ് അറിയില്ല. തൃശ്ശൂർകാരനാണെന്ന് അറിയാം. തൃശ്ശൂരാണോ ഇരിങ്ങാലക്കുടിയാണോ തൃശ്ശൂർകാരാണെന്നാണ് പറയുന്നത്. തൃശ്ശൂരാന്ന് അജാണ്, തൃശ്ശൂർ എന്ന് പറയാം. അജാണോ പറയണ്ട. ഞാൻ പറഞ്ഞൊരു സംഭവം പറ്റിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്ന സംഗതി കൈ വീണു, ഒരടി കിട്ടും. പൊതുവെ പുള്ളി ഒരു വല്ലാത്തൊരു പ്രചാരണക്കാരനാണ്. നിർദ്ദേശം പിടിച്ചപ്പോൾ പിടിച്ചടിച്ചു പോയി. അപ്പോൾ ഞാൻ പറയാം അടുക്കല, ഞാൻ പറയുന്നത് കേൾക്കണം. അയാൾ റൂമിലേക്ക് കൂട്ടി എന്നെ ഇരുത്തിച്ച് അടി കിട്ടിയപ്പോൾ ഞാൻ ചെറുങ്ങനെ കരയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള വിഷമത്തിൽ എന്നോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു. കാര്യങ്ങൾ ഉള്ളതുപോലെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഇത് ഞാനാ പറഞ്ഞെന്ന് ആരോടും പറയാം. അയാളെന്നോട് നിങ്ങൾ പേടിക്കണ്ട, ഈ കാര്യം ആരോടും ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ അപ്പം എന്നോട് പറഞ്ഞു, ഇതിനി ആരോടും പറയാൻ പാടില്ല, നിങ്ങളിത് ചെയ്തിട്ടില്ല, നിങ്ങളിത് കണ്ടിട്ടില്ല, നിങ്ങളിത് അടുത്തൊരാളോട് സംസാരിക്കാൻ പാടില്ല. ശരി, ഞാനിങ്ങ് പോകും. അതിന് പോകുന്നപ്പാട് അജിയേട്ടൻ പിന്നെ നേരെ രജീഷിനെ വിളിച്ചു. മണ്ഡലത്തിൻ്റെ ചുമതല ആ ഭാഗത്ത് ഈ മാടപ്പുഴ മണ്ഡലക്കാരിയായ രജീഷ് എവിടെയുള്ള രജീഷ് അവിടെ തന്നെ ഈ സ്ഥലത്ത് ഷിനോജിന്റെ ബന്ധു കൂടിയാണ്. ഷിനോജിന്റെ ബന്ധുവാണ്. ഷിനോജിന്റെ വീടിന്റെ അപ്പുറത്തെ വീട്, അങ്ങനെയൊക്കെ അടുത്ത ബന്ധുക്കൊന്നുമില്ല. രജീഷ് വിളിച്ചിട്ട് അജിയേട്ടൻ രജീഷിനോട് കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങൾ ഷിനോജിനെ വിളിച്ചിട്ട് ഈ കാര്യം നമ്മൾ അറിഞ്ഞതായിട്ട് നടിക്കാതെ നിങ്ങൾക്ക് അതിൽ ബന്ധമുണ്ടെങ്കിൽ അയാളെ കൊണ്ടത് അയാളെ വായി നിന്നാന്നുള്ളത് കിട്ടണം. ഷിനോജിന്റെ വായി. അപ്പൊ അങ്ങനെ ഷിനോജിന്റെ വായിന്ന് സംഗതി മൊത്തം കിട്ടി. അപ്പൊ അത് ഷിനോജ് പറഞ്ഞതായി അവിടെ റെക്കോർഡായി സംഭവം. ഞാൻ പറഞ്ഞത് അവിടെ ഇല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു എന്നുള്ളത് ഇന്നും ഷിനോജിനും ഈ പ്രൊബീഷനോ അറിയില്ല. ഷിനോജ് പറഞ്ഞാന്നുള്ളത് എല്ലാവർക്കും അറിയാം. നേതാവിനോട് പറഞ്ഞു, ഈ നേതാവ് വേറെ പറഞ്ഞു, അതിനെപ്പറ്റി എനിക്കറിയില്ല. ഈ സംഭവം വേറെ ആരുടെയും പറഞ്ഞിട്ടുണ്ടോ? അതെ, ഈ സംഭവം വേറെ നേതാക്കന്മാരുടെ ആരുടെയും പറഞ്ഞു? ഞാൻ ഇയാളോട് മാത്രമേ പറഞ്ഞു. പിന്നീടല്ല, ഇത് പിന്നെ ജില്ലാതലത്തിലും എല്ലാ സ്ഥലത്തും അറിഞ്ഞെന്ന് തോന്നുന്നു. അറിഞ്ഞിട്ടുണ്ടാവും, കാരണം അറിയാണ്ട് ഇതൊരു സംഗതി തീപിടിച്ച പോലെ പടരാൻ തുടങ്ങി. അപ്പൊ ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് കണ്ണൂർ. ഈ സമയത്ത് നാട്ടിലുള്ള ടോക്ക് എന്താ? ഫസലിനെ കൊന്നത് ആരാണെന്നുള്ള ഒരു ടോക്കാണ് അവിടെ വന്നത്. നാട്ടിലെ ഫസലിനെ കൊന്നതിനെ കുറിച്ച് ആ സമയത്ത് ടോക്കൊന്നും ഇല്ലായിരുന്നു. അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ അത് പറയാം. CPM അറസ്റ്റ് ചെയ്തു. ആരെയൊക്കെ അറസ്റ്റ് ചെയ്ത്? ചെയ്തല്ലോ എനിക്ക് ആ സമയത്ത് പിന്നെ അറസ്റ്റ് ചെയ്തു. അവിടെയുള്ള CPM-ന്റെ സുനി അറസ്റ്റ് ചെയ്തു. സുനിയെ ലാസ്റ്റാണെന്ന് അറസ്റ്റ് ചെയ്തത്. ആദ്യം വേറെ അപ്പോൾ അറസ്റ്റ് ചെയ്ത സമയത്ത് പിന്നെ ഇവരൊക്കെ നാട്ടിലുണ്ട്. ഇങ്ങനെ പറഞ്ഞെടുക്കുന്നുണ്ട് ടോക്ക് എല്ലാവരും തന്നു തുടങ്ങി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് സമയത്താണ് ഇപ്പോൾ 2 വർഷം മുമ്പേ ആണ് പിന്നെ ഞാൻ പറഞ്ഞ ശശിയേട്ടനാണ്
കാണാൻ പറ്റും. ചേച്ചി പാർവശേഷി RSSന്റെ ജില്ലാ ഭാരവാഹിയാണോ? ശശിയേട്ടൻ ഇപ്പം ജില്ലയുടെ അവതരില്ല. രണ്ട് ആ സമയത്ത്